വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ശാരദാമ്മയാണെങ്കിൽ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്കാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ മരണം അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുമില്ല. അതിനുശേഷം ഭാമയും അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വിഷ്ണുവിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ ചിത കത്തുന്നതൊക്കെ ഇങ്ങനെ ശാരദാമ്മ ഇങ്ങനെ സങ്കല്പത്തിൽ കാണുന്നുണ്ട്. തിരിച്ചൊന്നും പറയാനാകാതെ ശാരദാമ്മയെ നിൽക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ശാലിനിയെ വന്ന് കണ്ടിട്ട് ശാലിനി പഠിത്തം മാത്രം മതി, ഇങ്ങനെ പ്രേമവും കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞല്ലേ പറഞ്ഞു വിട്ടത്. പ്രകാശനാണെങ്കിൽ നേരെ മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക്, മാണിക്കോത്ത് വീട്ടിലേക്ക് ഇങ്ങനെ ഓട്ടോയിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ചന്ദ്രയാണെങ്കിൽ മുകളിൽ നിന്ന് ജനലിൽ കൂടി കാണുന്നുണ്ട്. ചന്ദ്രയും താഴേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം മഹേന്ദ്രൻ്റെ മുന്നിൽ ചെന്നിട്ട് പ്രകാശനാണെങ്കിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നുണ്ട്. ചന്ദ്രയുമായിട്ട് ഇഷ്ടത്തിലാണ്, വിവാഹം കഴിപ്പിച്ച് തരണം എന്നുള്ളതൊക്കെ പറയുകയാണ്. പക്ഷേ അവിടെ പ്രകാശൻ അനാഥനാണ് എന്നുള്ളത് പറയുമോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. പക്ഷേ സംഭവമൊക്കെ കേട്ട ശേഷം മഹേന്ദ്രനാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നീ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് മുറ്റത്തേക്ക് അങ്ങോട്ട് തള്ളുകയാണ്. ആ ഒരു കാർ പോർച്ചിൻ്റെ ആ തൂണിൽ ഇങ്ങനെ പിടിച്ച് പ്രകാശൻ നിൽക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നിട്ടും പ്രകാശൻ എന്തോ പറയാനായിട്ട് വരുമ്പോൾ ഇറങ്ങിപ്പോടാന്നും പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് ആകെ ഷൗട്ട് ചെയ്യുകയാണ് പ്രകാശൻ. അപ്പോൾ പ്രകാശൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടാകണം. ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. അതിനുശേഷം ഭാമയാണെങ്കിൽ അവിടെ ആ ഒരു പൈസ തരാനുള്ളവരുടെ ആ ഒരു ലിസ്റ്റ് ശിവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടല്ലോ. ശിവനും കമലിനും കൂടിയാണെങ്കിൽ ആദ്യം ചെല്ലുന്നത് ആ ഒരു സോമശേഖരൻ SIയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ സോമശേഖരൻ്റെ ഭാര്യയുണ്ട്. ഈ സോമശേഖരനാണെങ്കിൽ അകത്ത് ഡ്യൂട്ടിക്ക് പോയിട്ടില്ല, വീട്ടിനകത്തുണ്ട്. പുള്ളിയാണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. ചെന്ന് ശിവനിങ്ങനെ കാശെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ബോധമൊന്നും ഇല്ലാതെ സോമശേഖരൻ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ശിവൻ അങ്ങോട്ട് ചൂടാകുമ്പോൾ നിൻ്റെ കുടുംബം ഞാൻ കുളം തോണ്ടിക്കും എന്നിങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സോമശേഖരൻ പറയുമ്പോൾ ശിവന് ആകെപ്പാട് ദേഷ്യം വരികയാണ്. എന്നാ അതങ്ങ് കാണണമല്ലോ എന്നും പറഞ്ഞിട്ട് ഈ സോമശേഖരൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ ഒരു ഹാളിലേക്ക് ഇങ്ങനെ എറിയുകയാണ്. അപ്പോൾ സെറ്റിയിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. അപ്പോൾ കമലിന് അവിടെ നിൽക്കുന്നേ ഉള്ളൂ, സോമശേഖരൻ്റെ ഭാര്യയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ ഇങ്ങനെ ആകെ ദേഷ്യത്തിന് നോക്കി നിൽക്കുന്നു. ഈ 2-3 സീനാണ് കാണിക്കുന്നത് നാളത്തെ പ്രൊമോയിൽ. അപ്പോൾ ശിവൻ ഇനി അവിടെ ആ ഒരു ഭാര്യയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ഇനി വിഷമം തോന്നുമോ ഇല്ലയോ, പണ്ട് വിഷ്ണു ആണെങ്കിൽ അലിവ് കാണിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കാണിക്കുമോ എന്താണെന്നുള്ളത് അറിയില്ല. ഇനി വിഷ്ണുവിനെ സത്യഭാമയോടെ രാഘവൻ നായർക്ക് ശിവനാണല്ലോ ഇപ്പോൾ വിഷ്ണുവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഭാമയൊക്കെ അവിടെ വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ്. ശാലിനിയൊന്നും അത് ഭാമയിൽ നിന്നൊക്കെ ഒളിച്ചു വയ്ക്കുമെന്ന് തോന്നുന്നു. രാഘവൻ നായരുടെ ആ ഒരു അസുഖം മാറുന്നത് വരെ മിക്കവാറും ഒളിച്ചു വയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് കർമ്മമൊക്കെ ചെയ്യിക്കുന്നതായിരിക്കും. പിന്നീട് അവിടെ രേഷ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹൃദയം കൊടുത്തത് ആർക്കാണെന്നുള്ള കണ്ടുപിടിക്കുമെന്ന്. ആ ഒരു അന്വേഷണം മിക്കവാറും ശിവനിലേക്ക് തന്നെയാണ് എത്താനായിട്ട് സാധ്യത. അതൊക്കെ ഇനി എന്താണെന്നുള്ളതാണ്. അവൻ 5 അവയവങ്ങൾ ദാനം ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. ഇനി കണ്ണു കൊടുത്ത ആളുമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമോ എന്താണെന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. ബാക്കി കമ്മിങ് സൂൺ പ്രൊമോ വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.